Good morning, my dear friends. Today we shall read the sonnet by Shakespeare. The sonnet is known as Sonnet 29. Sonnet is a short poem, and Shakespeare has written about 154 sonnets. And these sonnets are not titled, so we call them by their number or by their first lines. So we have the famous sonnets by Shakespeare, the sonnet 18, shall I compare thee to a summer's day? Sonnet 79, that time of the year you may, and sonnet 29, when in disgrace with fortune and men's eyes. So these are some of the famous poems, sonnets by Shakespeare, and also sonnet number 116, let me note to the marriage of true minds. Okay, so this is sonnet 29, and I have told you about sonnets and what is a sonnet. Sonnet is a small poem of 14 lines, and sonnet has been actually in vogue in Italy. It was a very famous, very favorite form of poems in Italy, made famous by Petrarch, and later it was actually accommodated to English literature, and it is known as English sonnets or Shakespearean sonnets. So Shakespearean sonnets have some difference in the rhyme scheme, not in the structure, the rhyme scheme, and there is a slight difference in structure also. സോണറ്റിൽ സാധാരണഗതിയിൽ 14 വരികളാണ്. 12 വരികളും രണ്ട് കപ്ലെസ്സും ഒരു ഈരടി 2 വരികളും എന്നതിലാണ് ഇംഗ്ലീഷ് സോണറ്റിന്റെ അവസ്ഥ. അതേസമയം ഇറ്റാലിയൻ സോണറ്റിൽ 8 വരികളും 6 വരികളും എന്ന രീതിയിലാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒക്ടേവ് ആൻഡ് സെസ്റ്ററ്റ്. ഇത് നമ്മൾ പഠിച്ചതാണ്. അതോടൊപ്പം തന്നെ ഷേക്സ്പിയൻ സോണറ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റൈം സ്കീമിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. റൈം സ്കീം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് സോണറ്റിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് AB CD EF GG ഇങ്ങനെയാണ്. അതായത് 4 വരികളുള്ള AB എന്നുള്ള ഒരു ക്വാട്രെയിൻ, അതുപോലെ തന്നെ CD എന്നുള്ള ഒരു ക്വാട്രെയിൻ, EF എന്നുള്ള ക്വാട്രെയിൻ, അങ്ങനെ 4 വരികളുള്ളത് ആകെ 12 വരി, പിന്നെ അവസാനത്തെ കപ്ലെറ്റ് GG എന്ന രീതിയിലാണ്. ഇതിന്റെ സ്ട്രക്ചർ അനുസരിച്ച് അവസാനത്തെ 2 വരികളിൽ ഒരു ഡിനോമെന്റ് എന്നൊക്കെ അതിന് പറയുക. സാധാരണഗതിയിൽ ഒരു ട്വിസ്റ്റ് ഓഫ് തോട്ട്, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ഒരു പിന്നെ കാര്യങ്ങളെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക തുടങ്ങിയ രീതിയിലാണ് ഇത് അവസാനിക്കുന്നത്. ഇതാണ് ഷേക്സ്പിയറിന്റെ സോണറ്റിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റുകളുടെ എല്ലാം പ്രത്യേകത. ഷേക്സ്പിയറിന് മുൻപും ഇംഗ്ലീഷ് സോണറ്റുകളിൽ എഴുതിയിട്ടുള്ള ആളുകളുണ്ട്, ബട്ട് വി നോ ദിസ് ആസ് ഷേക്സ്പീരിയൻ സോണറ്റ്, ദിസ് ഫോം. അതിനു പുറമെയാണ് ഞാൻ ഷേക്സ്പിയറിന്റെ സോണറ്റുകളെ പറ്റി പറഞ്ഞത്. ദർ ആർ 154 സോണറ്റ്സ് റിട്ടൺ ബൈ ഷേക്സ്പിയർ. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതലും ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ദ ക്യാരക്ടേഴ്സ്, ഹൂ ആർ ദ ക്യാരക്ടേഴ്സ്, ഹൂ ഈസ് ദ ഡാർക്ക് ലേഡി, ഹൂ ഈസ് ദിസ് യങ് മാൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വീണ്ടും പഠിക്കും, കാരണം അങ്ങനെ പലരും ഈ സോണറ്റുകളിൽ വരുന്നുണ്ട്. ഓക്കെ, now we are going to sonnet 29. Okay, when in disgrace with fortune and men's eyes, I all alone beweep my outcast state, and trouble deaf heaven with my bootless cries, and look upon myself and curse my fate. This is the first quatrain. Okay, this is the first quatrain. So he says, when in disgrace with fortune and men's eyes. So here the speaker says, I am in disgrace. I am in disgrace. That means I am in dishonor. My honor, my grace, all have been lost with the fortune. As far as fortune is concerned, ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആകെ ഒരു അപമാനിതനായ അവസ്ഥയിലായിരിക്കുന്നു. ഭാഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ ഭാഗ്യ ദേവത അസ്തമിച്ചിരിക്കുന്നു, ഫോർച്യൂൺ. ആൻഡ് ഓൾസോ ഇൻ മെൻസ് ഐസ്. മാത്രമല്ല ആളുകളുടെ കണ്ണിലും ഞാനൊരു ഡിസ്ഗ്രേസ്ഫുൾ മാനായിട്ട്, അപമാനിതനായ, ഒരു വർത്ത്ലെസ്, വിലയില്ലാത്തവനായി മാറിയിരിക്കുന്നു. അതുകൊണ്ടോ ഐ ആം ഓൾ അലോൺ ബിവീപ്പ് മൈ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ്. സോ ഐ ആം ഇൻ ആൻ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ്. ഞാൻ നിഷ്കാസിതനാണ്, എല്ലായിടത്തുനിന്നും പുറത്തായി. ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, സമൂഹത്തിൽ നിന്ന് ഒക്കെ പുറത്തായ ഒരവസ്ഥയിലാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയാണ്. ബിവീപ്പ് എന്ന് പറഞ്ഞാൽ ക്രൈ ഓവർ മൈ
outcast stage. And trouble deaf heaven with my bootless cries. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡെഫ് ഹെവൻ, ദൈവം ഡെഫ് ആണെന്നാണ് പറയുന്നത്. ഭക്തന്മാരുടെ പ്രരോദനങ്ങൾ, ഭക്തന്മാരുടെ വിലാപങ്ങൾ കേൾക്കാത്ത ഡെഫ് ഹെവനെ ഞാൻ എൻ്റെ യൂസ്ലെസ് ക്രൈസ്, ബൂട്ട്ലെസ് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് കരച്ചിലുകൾ കൊണ്ട് ഞാൻ അത് ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ലുക്ക് അപ്പോൺ മൈസെൽഫ് ആൻഡ് കസ് മൈ ഫേറ്റ്. ഞാൻ എന്നെ തന്നെ നോക്കുന്നു. ലുക്ക് അപ്പോൺ മൈസെൽഫ്, വാട്ട് ആൻ അൺഫോർച്ചുനേറ്റ് മാൻ ഐ ആം, ആൻഡ് ഐ പിറ്റി മൈസെൽഫ്, ഐ കസ് മൈ ഫേറ്റ്. ഞാൻ എൻ്റെ ഭാഗ്യത്തെ പഴിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഷേക്സ്പിയറിന്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് വരുന്നുണ്ട്. ഷേക്സ്പിയറിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 1592 കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കൊറോണ പോലെയുള്ള പ്ലേഗ് പടർന്നു പിടിച്ച സമയത്ത് നാടകശാലകൾ പൂട്ടേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായും ഷേക്സ്പിയറും അതുപോലെയുള്ള നിരവധി കലാകാരന്മാരും വളരെ വലിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലൊക്കെയായി. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് റോബർട്ട് ഗ്രീൻ എന്ന് പറയുന്ന ഒരു നാടകകൃത്ത് ഷേക്സ്പിയറിനെ അതിഭയങ്കരമായി അപമാനിക്കുകയും ഷേക്സ്പിയറിന്റെ നാടകങ്ങളെല്ലാം മോഷണങ്ങളും വില കുറഞ്ഞവയുമാണ് എന്ന് പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നമ്മൾ ഈ ക്വാർട്രൈനെ, ഈ 4 വരിയിലെ പറയുന്ന കാര്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് വായിക്കാം. നെക്സ്റ്റ് ക്വാർട്രൈൻ, അടുത്ത രണ്ടാമത്തെ ക്വാർട്രൈൻ നമുക്ക് നോക്കാം. Wishing me like to one more rich in hope, featured like him with friends possessed, desiring this man's art and that man's scope, with what I must most enjoy, contented least. ഇവിടെ മനുഷ്യന്റെ ഒരു സാധാരണ അവസ്ഥയാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ വിഷിംഗ് മീ, ഐ വിഷ് ഫോർ മൈസെൽഫ്, ദ പീപ്പിൾ ഹാവ് മെനി ഫോർച്യൂൺസ്, പല ആളുകൾക്കും പല അനുഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് വലിയ ബോധ്യമൊന്നുമില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കും. നമുക്കുള്ള ബ്ലെസ്സിങ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യില്ല. നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവർക്ക് എന്തൊരു ഭാഗ്യമാണ് എന്ന് പറയുന്നവരാണ് നമ്മൾ പലരും. അപ്പോൾ ഇതിൽ ഷേക്സ്പിയറും അത് തന്നെയാണ് പറയുന്നത്. വിഷിംഗ് മീ ലൈക്ക് ടു വൺ മോർ റിച്ച് ഇൻ ഹോപ്പ്. റിച്ച് ഇൻ ഹോപ്പ്, പ്രതീക്ഷകൾ ധാരാളമുള്ള, പ്രതീക്ഷിക്കാൻ ധാരാളമുള്ള അനുഗ്രഹീതരായ ആളുകളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്നോട് സ്വയം വിഷ് ചെയ്യുന്നു. 1. 2, ഫീച്ചേർഡ് ലൈക്ക് ഹിം വിത്ത് ഫ്രണ്ട്സ് പൊസസ്ഡ്. അപ്പൊ അയാളെ പോലെ ഫീച്ചേർഡ് ലൈക്ക് ഹിം, ഫീച്ചേർഡ് മീൻസ് ഹാവിങ് ഗുഡ് അപ്പിയറൻസ്, ലൈക്ക് ഹിം, അയാളെ പോലെ, ഒരാളെ ചൂണ്ടി അയാളെ പോലെ കാണാൻ നന്നായിരുന്നെങ്കിൽ. ലൈക്ക് ഹിം വിത്ത് ഫ്രണ്ട്സ് പൊസസ്ഡ്, ധാരാളം സുഹൃത്തുക്കളുള്ള ആളെ നോക്കിയിട്ട് അയ്യോ അയാളെ പോലെ ആയിരുന്നെങ്കിൽ. അതല്ലെങ്കിൽ ഡിസൈറിങ് ദിസ് മാൻസ് ആർട്ട്, ചില ആളുകൾ വളരെ കലാകാരന്മാരും കഴിവുള്ളവരുമായിരിക്കും, ജീനിയസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അയാളുടെ ആ ജീനിയസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഡിസൈറിങ്, ആഗ്രഹിക്കുന്നു. ആൻഡ് ദാറ്റ് മാൻ സ്കോപ്പ്, വേറൊരാളുടെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ, അയാളുടെ കഴിവുകൾ, അയാൾക്ക് പെട്ടെന്ന് അവസരങ്ങൾ കിട്ടുന്നു, അംഗീകാരങ്ങൾ കിട്ടുന്നു, അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് വിത്ത് വാട്ട് ഐ മസ്റ്റ് എൻജോയ് കണ്ടന്റഡ് ലീസ്റ്റ്, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ ഏറ്റവും അസംതൃപ്തനാണ്. എന്ന് വെച്ചാൽ വാട്ട് ഐ പൊസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത്. എനിക്ക് എന്തൊക്കെ ഉണ്ടോ അതിനോട് എനിക്ക് യാതൊരു തൃപ്തിയില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് തൃപ്തി. അയാളെ പോലെ ആയിരുന്നെങ്കിൽ, ഇയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്നിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാനുഷിക അവസ്ഥയാണ് ഈ രണ്ടാമത്തെ ക്വാർട്ടറിൽ ഷേക്സ്പിയർ കാണിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ തേർഡ് ക്വാർട്ടറിൽ. മൂന്നാമത്തെ ക്വാർട്ടറിലേക്ക് പോവാം. ക്വാർട്ടറിൽ എന്ന് പറഞ്ഞാൽ 4 ലൈൻസ്. Yet in these thoughts myself almost despising, happily I think on thee, and then on my state, like to the lark at break of day, rising from the sullen earth, sing hymns at heaven's gate. Yet in these thoughts myself almost despising, I am despising myself in these thoughts. അതാണ് അതിന്റെ വേർഡ് ഓർഡർ. ഈ ചിന്തകളിൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. എന്ന് വെച്ചാൽ ഒരു കഴിവില്ലാത്തവരാണ്, അവസരങ്ങളില്ലാത്തവരാണ്, ഭാഗ്യമില്ലാത്തവരാണ്, അപമാനിതനാണ്, എന്തിനു കൊള്ളാം എന്നെ എന്നുള്ള ഒരു ആത്മപുച്ഛത്തിന്റെ ഒരു ഉച്ചകോടിയിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നിന്നെ ഓർക്കുന്നത്. ഹാപ്പിലി ഐ തിങ്ക് ഓൺ ദീ, ഞാൻ നിന്നെ പറ്റി ഓർക്കുന്നു സന്തോഷപൂർവം. ആൻഡ് ദെൻ മൈ സ്റ്റേറ്റ്, അപ്പോഴെന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏതുപോലെയാകുന്നു? ലൈക്ക് ടു ദ ലാർക്ക്, വാനമ്പാടിയെ പോലെ. പ്രഭാതത്തിൽ ഈ സള്ളൻ എർത്ത് എന്നുള്ള വാക്കാണ് ഷേക്സ്പിയർ ഉപയോഗിക്കുന്നത്. ഈ മൂകമായ, മ്ലാനമായ ഭൂമിയിൽ നിന്ന് ഉയർന്ന്, ആകാശത്തിൽ ഉയർന്ന് ഉച്ചത്തിൽ പറക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു വാനമ്പാടിയെ പോലെ എൻ്റെ
മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ഹൃദയം നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉയർന്നു പൊങ്ങി പറക്കുകയും പാടുകയും ആനന്ദ തുന്തിലമാവുകയും ചെയ്യുന്നു, ആനന്ദത്തിൽ ആറാടുകയും ചെയ്യുന്നു എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. എന്നുവെച്ചാൽ ആകെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവളുടെ മുഖം ഓർമ്മ വരിക. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഇരുളിലപ്പോൾ ഉദിക്കുന്നു നിൻമുഖം, ഇരുളിലപ്പോൾ ഉദിക്കുന്നു നിൻമുഖം എന്ന് പറഞ്ഞതുപോലെ അതേതാണ്ട് അതിനോട് പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഈ വരികളോട് സാമ്യമായ വരികളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിരിക്കുന്നത്. ഹാപ്പിലി ഐ തിങ്ക് ഓൺ ദി ആൻഡ് ദെൻ മൈ സ്റ്റേറ്റ് ലൈറ്റ് ടു ദ ലാർക്ക് അറ്റ് ദ ബ്രേക്ക് ഓഫ് ദ ഡേ. ബ്രേക്ക് ഓഫ് ദ ഡേ മീൻസ് മോർണിംഗ്. Arising from the sullen earth, sing hymns at heaven's gate. ഹെവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം എന്നല്ല, ദൈവങ്ങൾ താമസിക്കുന്ന ഇടം. അവിടെ ചെന്ന് അതിന്റെ ഗേറ്റിൽ ചെന്ന് ദൈവഗീതങ്ങൾ അല്ലെങ്കിൽ ദൈവസ്തുതികൾ ആലപിക്കുന്ന ഒരു ലാർക്കിനെ പോലെ എൻ്റെ ഹൃദയം ഉയർന്ന് നിന്റെ അടുത്ത് വന്ന് സ്തുതികൾ ആലപിക്കുകയാണ്. എന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയും നേരം അപമാനിതനായും ദുഃഖിതനായും ആത്മപുച്ഛമുള്ളവനായും ഒക്കെ ജീവിച്ചിരുന്ന നായകൻ അല്ലെങ്കിൽ സ്പീക്കർ പെട്ടെന്ന് തൻ്റെ പ്രണയിതാവിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രണയിനിയെക്കുറിച്ച് ആലോചിക്കുകയും അതോടുകൂടി ഇയാളുടെ എല്ലാ അവസ്ഥകളും മാറുകയും സന്തോഷം വരികയും ചെയ്യുകയാണ്. അതാണ് ഈ സോണറ്റിൻ്റെ പ്രത്യേകത. നമ്മൾ ലാസ്റ്റ് കപ്ലറ്റിലേക്ക് പോവുകയാണ്, ഈരടികൾ. അപ്പോൾ 12 വരികൾ കഴിഞ്ഞു, ഈരടിയിലേക്ക് പോവുകയാണ്. For thy sweet love remembered such wealth brings that then I scorn to change my state with the kings. ഇതാണ് അതിൽ പറയുന്നത്. For thy sweet love remembered, നിന്റെ സ്നേഹം ഞാൻ ഓർക്കുന്നു. ആൻഡ് ദാറ്റ് ബ്രിങ്സ് മീ ഫോർച്യൂൺ, ദാറ്റ് ബ്രിങ്സ് മീ വെൽത്ത്. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ധനം വന്നു ചേരുകയാണ്, ഐശ്വര്യം വന്നു ചേരുകയാണ്. ധനം എന്ന് പറഞ്ഞാൽ പൈസ എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ അപ്പോൾ ഭാഗ്യവാനാണ്, ഏറ്റവും ഭാഗ്യവാനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ആൻഡ് ഐ സ്കോൺ, എനിക്ക് താല്പര്യമില്ല എന്തിന്, ടു എക്സ്ചേഞ്ച് മൈ സ്റ്റേറ്റ് വിത്ത് കിങ്സ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ രാജാക്കന്മാരുമായിട്ട് പോലും വെച്ച് മാറാൻ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഐ മേ ബി ഡിസ്ഗ്രേസ്ഡ്, ഐ മേ ബി പെന്നിലെസ്, എനിക്ക് പൈസ ഉണ്ടാവില്ല, എനിക്ക് പണി ഉണ്ടാവില്ല, എനിക്ക് എല്ലാവരും എന്നെ അപമാനിക്കുന്നുണ്ടാവും. ബട്ട് ഐ ഹാവ് യുവർ ലവ്. അതുകൊണ്ട് രാജാക്കന്മാരായി പോലും എൻ്റെ ഈ അവസ്ഥ വെച്ചു മാറാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. സ്റ്റേറ്റ് എന്ന് നോക്കൂ, സെക്കൻഡ് ലൈൻ തൊട്ടിട്ട് 3 പ്രാവശ്യം സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ് മീൻസ് സ്ഥിതി എന്നാണ്. So in each usage, this word is actually used in a different meaning. അപ്പോൾ അവസാനത്തെ മീനിങ്ങിൽ, അവസാനത്തെ ഈരടിയിൽ പറയുന്നത് when I have remembered about you and your love for me, I have become a very rich man. എന്നാൽ ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ തന്നെ ഇല്ലാതായി എന്ന രീതിയിലാണ് പറയുന്നത്. Okay, so that is sonnet 29. Thank you.